ഇറാന് അമേരിക്കയുടെ മുമ്പിൽ ചങ്കുറ്റത്തോടു കൂടി നിൽക്കുകയാണ്. ഇനിയും പഴയ കളി നടക്കത്തില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ്. നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് അപ്പോൾ പരസ്പരമുള്ള കൊലവിളിയാണ് ഇവിടെ ഇപ്പോൾ ഉയരുന്നത്. ഇതേതെങ്കിലും തരത്തിൽ വലിയൊരു ഭീതി വിതയ്ക്കുന്നുണ്ടോ? ചരിത്രത്തിൽ പല സമയത്തും മധ്യ പൗരസ്ത്യ പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ റീജിയനിൽ നിന്നൊക്കെ അമേരിക്കയ്ക്കെതിരെ, അമേരിക്കൻ പ്രസിഡന്റുമാർക്കെതിരെ അറബി ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതാക്കളിൽ നിന്നും വെല്ലുവിളികൾ, കൊലവിളികളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം സദ്ദാം ഹുസൈൻ വേഴ്സസ് അമേരിക്ക, അത് ബുഷാണ്, ജോർജ് ബുഷിൻ്റെ സമയമാണ്. നമുക്കറിയാം റെയ്ഗൻ്റെ സമയത്തും ബുഷിൻ്റെ സമയത്തുമൊക്കെ കേണൽ ഗദ്ദാഫി, ലിബിയൻ നേതാവ്, പല കൊലവിളികൾ നടത്തിയിട്ടുള്ളതാണ്. സമാനമായ കൊലവിളിയാണോ ഇപ്പോൾ ഷിയ രാജ്യമായ, മുസ്ലിം രാജ്യമായ, നോൺ അറബ് രാജ്യം കൂടിയായ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? അയത്തുള്ള അലി ഖൊമേനിയെ തൊട്ടാൽ അക്കളി തീക്കളി കട്ടായം. ഇപ്പോൾ നിക്കോളാസ് മഡൂറോ എന്ന വെനിസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അടിച്ചു മാറ്റിക്കൊണ്ടു പോയതിനു ശേഷം ലോകത്ത് വലിയൊരു സംസാരമുണ്ട്. അമേരിക്കയ്ക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും കടന്നു കയറി താല്പര്യമില്ലാത്ത രാഷ്ട്ര നേതാക്കളെ തട്ടിക്കൊണ്ടുപോകാം, അമേരിക്കൻ നിയമം അനുസരിച്ച് വിചാരണ ചെയ്യാം എന്നൊരു ചിന്തയുണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല ഇറാനിൽ കയറി ഇറാൻ്റെ മതഘടനകളുടെ തലപ്പത്തുള്ള, രാഷ്ട്രീയ ഘടനകളുടെ ഉൾപ്പെടെ ഭാഗധേയം നിർണ്ണയിക്കുന്ന അയത്തുള്ള അലി ഖമനയി, അദ്ദേഹത്തെ ഒരു 40 വർഷത്തോളമായി ഫാമിലി എൻട്രൻച്ച്ഡ് ആണ്. ഖമനി നയിക്കുന്ന ഒരു സംവിധാനം, ഒരു പ്രസിഡന്റിൻ്റെ പേരിന് വേണ്ടി മസൂദ് പസഷ്കിയാൻ മാറി മാറി പ്രസിഡന്റുമാർ വരും. പക്ഷേ അയത്തുള്ള അലി ഖമേനി തുടരും മരണം വരെ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ നിശ്ചയിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരാളെ തട്ടിക്കളയാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് പൊതുവെ അമേരിക്കൻ പ്രസിഡന്റ് പൊതുവെ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റിനെ അങ്ങ് തീർത്ത് കളയും എന്നാണ് ഇറാന്റെ ഭാഷ്യം. അത് അടിക്ക് തിരിച്ചടി എന്ന് ഇതെല്ലാം വാചക കസരത്തല്ലേ? അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിനെ ആർക്കെങ്കിലും അങ്ങനെ തീർക്കാൻ നോക്കൂ? അമേരിക്കൻ പ്രസിഡന്റ് വെടിയേറ്റിട്ടുണ്ട്. ട്രംപിന്റെ തന്നെ ചെവിയുടെ അടുത്തുകൂടി വെടിയുണ്ട പോയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയത്ത്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷേ ഇറാൻ എഞ്ചിനീയർഡ് ഒരു വധശ്രമം ഡൊണാൾഡ് ട്രംപിനെതിരെ ഉണ്ടായാൽ ഇറാനെ ഭൂമുഖത്ത് വെച്ചേക്കില്ല. ഇതെല്ലാം തന്നെ വാഗ്ധോരണിയാണ്. അത് നമ്മളൊരു മാറ്റിവെക്കുക. ഇനി കാര്യത്തിലേക്ക് വരാം. അമേരിക്ക പുറത്ത് പറയുന്നത് എന്തൊക്കെ ആണെങ്കിലും ഇറാനിലൊരു ഭരണമാറ്റം കൊണ്ടുവരാൻ അമേരിക്ക ഒരു പക്ഷേ ശ്രമിച്ചേക്കാം. അതിന് മൾട്ടിപ്പിൾ ഉദ്ദേശങ്ങളുണ്ട്. അതിന് സൂചനകളായി ഇപ്പോൾ വരുന്നത് ഈ മധ്യധരണ്യാഴിയിലേക്ക്, മെഡിറ്ററേനിയനിലേക്ക് കൂടുതൽ അമേരിക്കൻ സാന്നിധ്യം എത്തുന്നു. 2 പ്രധാനപ്പെട്ട കടലിടുക്കുകളാണുള്ളത്. ഒന്ന് റെഡ് സീ, ചെങ്കടൽ, അത് സൗദി അറേബ്യയുടെ പടിഞ്ഞാറൻ മേഖല, ഈജിപ്തിൻ്റെ കിഴക്കൻ മേഖല, റെഡ് സീ, അവിടേക്ക് കൂടുതൽ സേനാ വിന്യാസം, നാവിക വിന്യാസം അമേരിക്ക ഓൾറെഡി ഉറപ്പുവരുത്തി. ഇനി ബാക്കിയുള്ളത് പേർഷ്യൻ ഗൾഫ്, ഇറാൻ്റെ തൊട്ട് താഴെയുള്ള, തൊട്ട് തെക്കുള്ള പേർഷ്യൻ ഗൾഫ് മേഖല. അവിടെയാണ് GCC രാജ്യങ്ങൾ, സൗദി അറേബ്യയും UAEയും ഒമാനും ഖത്തറും അതുപോലെ കുവൈറ്റും എല്ലാം അടങ്ങുന്ന, ബഹ്റൈനും എല്ലാം അടങ്ങുന്ന GCC ഗൾഫ് ഓപ്പറേഷൻ കൗൺസിൽ മേഖല. അവിടെ യുദ്ധസമാനമായ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. വലിയ രീതിയിലുള്ള നാവിക വിന്യാസം അവിടെ നടക്കുന്നു. USS എബ്രഹാം ലിങ്കൺ, അത് ചൈന കടലിലായിരുന്നു, സൗത്ത് ചൈന സീയിൽ ഉണ്ടായിരുന്ന അമേരിക്കയുടെ വലിയ യുദ്ധക്കപ്പലാണ്. വെറും യുദ്ധക്കപ്പലല്ല, വിമാനവാഹിനി കപ്പലാണ്. ആ കപ്പലും 2-3 അകമ്പടി യുദ്ധക്കപ്പലുകളും കൂടെ ചേർന്ന് മലാക്ക കടലിടുക്ക് കഴിഞ്ഞ് ഇന്ത്യൻ ഓഷ്യനിൽ പ്രവേശിച്ചത് ചൊവ്വാഴ്ചയാണ്. ഇപ്പം ബുധൻ, വ്യാഴം കഴിയുന്നു. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അത് പേർഷ്യൻ ഉൾക്കടൽ മേഖലയിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ 100 കണക്കിന് ഫൈറ്റർ പ്ലെയിൻസ് ആണ്. അതെ, ഇതൊരു, നമ്മൾ വിമാനവാഹിനി കപ്പലുകളെ കുറിച്ച് പറയുന്നത് മൂവിങ് ലാൻഡ് മാസ് എന്നാണ്. പരമാധികാര പ്രദേശം, അമേരിക്കയുടെ പരമാധികാര പ്രദേശമായി കൂടി കണക്കാക്കുന്നതാണ്. വെറും ബാറ്റിൽ ഷിപ്സ് അല്ല, വിമാനവാഹിനി കപ്പലുകൾ. അത് ആക്രമിച്ചാൽ അതിനർത്ഥം ആ രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് അങ്ങനെ എളുപ്പം വിമാനവാഹിനി കപ്പലുകളെ ഒന്നും തന്നെ ആക്രമിച്ച് മുക്കിയതായി ചരിത്രത്തിൽ സൂചനകളില്ല. കപ്പലുകൾ ആക്രമിച്ചിട്ടുണ്ട്, പക്ഷേ വിമാനവാഹിനി കപ്പലുകൾ ആക്രമിക്കുന്നതിന് മുമ്പ് രാജ്യങ്ങൾ 100 വട്ടം ചിന്തിക്കുമെന്നതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു യുദ്ധമില്ല. പിന്നെ ഇറാനിയൻ നേതൃത്വം വധശിക്ഷ ഏതാണ്ട് 8000 പേര്, 800 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അത് ഉടൻ തന്നെ നടപ്പാക്കും. അതിൽ നിന്ന് പിന്നാക്കം പോയി. 24,000-ഓളം പേർ അറസ്റ്റഡായി. അവരെ പ്രോപ്പർ വിചാരണയ്ക്ക് വിധേയമാക്കും.
മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടരില്ല. ഈ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം അമേരിക്ക അങ്ങോട്ട് പിൻവാങ്ങി എന്ന പ്രതീതിയാണല്ലോ മൊത്തത്തിൽ. പക്ഷേ നിരന്തരമായ ഇറാനിയൻ ആക്രമണ ഭീഷണി നിലനിർത്തണമെങ്കിൽ അമേരിക്കയ്ക്ക് അങ്ങോട്ട് ആക്രമിക്കണം എന്നൊരു ഭീഷണി ഉണ്ടാവണം. കാരണം അവിടെ ഒരു നിരന്തരം പർപ്പച്വൽ സ്റ്റേറ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് വാർ ഉണ്ടാകേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. അവിടെ അവിടെ ഒരു വലിയ സമാധാനം വരിക എന്ന് വെച്ചോ. ഇറാനും ഇസ്രായേലും ഒക്കെ അറബ് രാജ്യങ്ങളുടെ സുഹൃത്ത് വലയത്തിലേക്ക് വരുന്നു. അമേരിക്കയോട് ഈ അറബ് രാജ്യങ്ങൾ പറയും, കാട്ടൊക്കെ പുറത്തുനിന്ന് പറയും, നിങ്ങളുടെ സേനാ താവളങ്ങൾ ഇവിടെ ആവശ്യമില്ല, നിങ്ങളുടെ വ്യോമ താവളങ്ങൾ വേണ്ട. ഖത്തർ പറയും അൽ ഉദൈദ് താവളം വ്യോമതാവളമാണ്, അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. അത് പെട്ടിയും കടയും പിന്നെ പടവും കട്ടയും മടക്കി അങ്ങ് പോ എന്ന് പറഞ്ഞാൽ അമേരിക്ക അവിടെ വിടേണ്ടി വരില്ലേ? പെട്രോ ഡോളേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രാജ്യങ്ങൾ ഇപ്പോഴും അമേരിക്കൻ ഓർബിറ്റിൽ വരികയും അവരുടെ കച്ചവടം, ആഗോള എണ്ണ കച്ചവടം ഡോളറിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുക എന്നത് അമേരിക്കയുടെ നിശ്ചയദാർഢ്യമാണ്. അതിന് ഭ്രംശം വരുന്ന ഏത് രാജ്യവും ഇറാനാണ് ആ ഒരു ഓർഡറിനെ തകർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഇറാൻ ജനത ഈ ട്രംപിൻ്റെ ഇടപെടൽ സന്തോഷിക്കുന്നുണ്ടാകും ഒരുപക്ഷെ. കാരണം ഈ ഖൊമേനിയുടെ ഈ മത അന്ധകാരത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരല്ലേ അവിടുത്തെ നല്ലൊരു പങ്കും. വെനിസ്വേലയുടെ ജനതയുടെ മഹാഭൂരിപക്ഷവും അമേരിക്കൻ ഇൻ്റർവെൻഷൻ ഇൻ വെനിസ്വേല തത്വത്തിൽ സ്വാഗതം ചെയ്യുന്നു. അമേരിക്കൻ അധിനിവേശം അവർ സ്വാഗതം ചെയ്യുന്നില്ല എങ്കിൽ പോലും ഒരു ഭരണകൂട മാറ്റം ഉണ്ടാകണമെങ്കിൽ ഒരു ബാഹ്യ ശക്തിക്ക് മാത്രമേ അത് ഉറപ്പാക്കാനാവൂ. തങ്ങൾക്ക് കഴിയാത്തത് ബലവാനായ ഒരുവന് കഴിയുന്നു. ഇതാണ് ലോജിക്. ഇങ്ങനെ നോക്കുമ്പോൾ ഇറാനിയൻ ജനത എത്രയോ വർഷങ്ങളായി കടുത്ത അടിച്ചമർത്തലുകൾ നേരിടുന്നു. ഇറാന്റെ തന്നെ രാഷ്ട്രീയ അമേരിക്ക വിരുദ്ധ നിലപാട് കാരണം ഇറാൻ അനുഭവിക്കുന്ന ഉപരോധം. ഇറാൻ എണ്ണ സമ്പന്നമാണ്, നമുക്കറിയാമല്ലോ, എണ്ണ പ്രകൃതിവാതകം. ഇത് കയറ്റുമതി ചെയ്യാൻ കഴിയണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് കടക്കണം. അതായത് ഇറാനിൽ നിന്ന് എണ്ണ പമ്പ് ചെയ്ത് പേർഷ്യൻ ഗൾഫിലെത്തുകയും ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞ് വേണം അറേബ്യൻ കടലിലേക്ക് വരാനും പിന്നെ ഓപ്പൺ സീയിലേക്ക് പോകാനും. ചൈനയിലേക്ക് എണ്ണ കൊണ്ടുപോകണമെങ്കിലും അങ്ങനെയാണ് സാധിക്കുക. ചൈനയും ഇറാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളല്ല എന്ന് ഓർക്കണം. ഇറാനുമായി അതിർത്തി പങ്കിടുന്നത് പിന്നെ സിറിയ അതിർത്തി പങ്കിടുന്നു, പിന്നെ തുർക്ക്മേനിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അതുപോലെ അസർബൈജാൻ, അർമീനിയ അതിർത്തിയുണ്ട്. അതുപോലെ കിഴക്ക് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്നു. പിന്നെ തെക്ക് ഭാഗത്തെ GCC, നേരത്തെ പറഞ്ഞ GCC രാജ്യങ്ങളെല്ലാം തന്നെ കടൽ തൊട്ടിപ്പുറത്തുണ്ട്. അപ്പം ഇതെല്ലാം ഇറാൻ്റെ അയൽ പ്രദേശങ്ങളാണ്. ഒരു വല്ല ഹോസ്റ്റൈൽ ഒരു ചുറ്റുപാടാണ് ഇറാൻ്റെ ചുറ്റുമുള്ളത്. ഇവിടെ നിന്നും എണ്ണ കൊണ്ടുപോകണമെങ്കിൽ അമേരിക്ക കൂടി ഒന്ന് കനിയണം. അതാണ് അവസ്ഥ. ബലവാന്റെ ഒരു രോഗമല്ലേ ഇത്. അമേരിക്കയുടെ ഇതൊന്നും റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ എന്നൊക്കെ പറയാമെന്നല്ലാതെ അമേരിക്ക വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിച്ചു നിർത്തും, പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെ. അങ്ങനെയെങ്കിൽ ഇറാൻ അനുഭവിക്കുന്ന ഉപരോധം ഇറാൻ തന്നെ വരുത്തിവെച്ചതാണെന്ന് പറയാമെങ്കിൽ പോലും അമേരിക്ക വിരുദ്ധതയിൽ നിന്ന് ഉണ്ടായ ഒരു സാഹചര്യമാണ് ഇറാൻ്റെ സാമ്പത്തിക അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അതിൽ നിന്ന് മോചനം ഉണ്ടാകണമെങ്കിൽ കൃത്യമായി 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, അമേരിക്കയുമായിട്ടും ലോകരാജ്യങ്ങളുമായിട്ടും ഒരു നിരപ്പിൽ പോവുക. ഒറ്റ കാര്യമേ ഉള്ളൂ, ആണവായുധങ്ങളിൽ നിന്നും പിൻവാങ്ങുക. പക്ഷേ നോക്കൂ, നോർത്ത് കൊറിയ ചെറിയ രാജ്യമാണ്, ഇറാൻ്റെ അത്രയൊന്നും ശക്തിയൊന്നുമില്ല. പക്ഷേ ആണവായുധങ്ങൾ കയ്യിലുണ്ട്. ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ സാധനം കയ്യിലുണ്ട്. അത് ഉപയോഗിക്കാൻ മടിക്കുകയുമില്ല. ദീർഘദൂരം മിസൈലുകളുമുണ്ട്. അമേരിക്കയിൽ ഉൾപ്പെടെ വീഴാൻ തക്ക മിസൈലുകൾ കൊറിയയുടെ കയ്യിലുണ്ട് എന്നാണ് അവകാശവാദം. സംഭവിക്കുകയാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങളാണ്. അത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇറാൻ ഒരു ത്രഷ് ഹോൾഡ് ന്യൂക്ലിയർ പവറാണ്. ആയിട്ടില്ല, പക്ഷെ ആകാം. അതെന്ത് വിധേനയും തടയണം. എന്നാൽ ഈ ഇറാനെ ഒരു വിപത്തായി പ്രൊജക്റ്റ് ചെയ്യുകയും വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊലവിളികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളികൾ നടത്തുന്നതിന് പിന്നിൽ കൃത്യമായ ഇക്കണോമിക് അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട മാത്രമല്ല, മിലിറ്ററി അജണ്ട മാത്രമല്ല, സാമ്പത്തിക അജണ്ട ഉൾപ്പെടെയുണ്ട്. അതാണ്. അപ്പോൾ ഈ സാഹചര്യം മുഴുവൻ ശാന്തമായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പ്രസക്തി ഇല്ലാതെയാവും. അപ്പം ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും അമേരിക്ക പ്രസക്തി നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇറാനിൽ ഈ കൊലവിളികൾ തുടരും എന്ന് തന്നെയാണ്. പക്ഷേ ഈ കൊലവിളി ഏതെങ്കിലും സാഹചര്യത്തിൽ അബദ്ധത്തിൽ ഒരു മിസൈൽ ഏതെങ്കിലും താവളത്തിൽ വീണാൽ പണി പാളും. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പം തന്നെ എണ്ണയുടെ വില അതിഭീകരമായി ഉയരാം. ഒരു യുദ്ധം ഉണ്ടായാൽ പേർഷ്യൻ ഗൾഫിൽ കൂടിയാണ് 20% എണ്ണയുടെയും ലോകത്തെ എണ്ണ വിപണിയിൽ 20% കടന്നു പോകുന്നത്. എണ്ണയുടെ വിതരണം കടന്നു പോകുന്നത് പേർഷ്യൻ ഗൾഫ് മേഖലയിലൂടെയാണ്, ഹോർമോസ് കടന്നാണ്.
അവിടെ തടയുകയാണെങ്കിൽ ഇറാൻ വിചാരിച്ചാൽ യുദ്ധമുണ്ടായാൽ അവിടെ തടയപ്പെടും. എണ്ണ വില തീ പിടിക്കും. ഒരു യുദ്ധ സാഹചര്യം ഇപ്പോൾ യൂറോപ്പിൽ ട്രംപും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ അത്ര നല്ല സുഖത്തിലല്ല. ഗ്രീൻലൻഡ് ഇങ്ങ് തരുമോ എന്ന് ഡെൻമാർക്കിനോട് ചോദിച്ചു. തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങ് എടുക്കുകയാണ്. ഒന്നീ വില തന്നെടുക്കാം, അല്ല എങ്കിൽ ഞങ്ങൾക്ക് ഫലം പ്രവചിച്ചെടുക്കും. ഇതൊക്കെ ഒരുപാട് അത് പിന്നെ വലിയ ഉപരോധം പ്രഖ്യാപിക്കുന്നു, അല്ല ഉപരോധമല്ല തീരുവകൾ പ്രഖ്യാപിക്കുന്നു, പിന്നീട് അത് പിൻവലിക്കുന്നു. ഒരുപാട് നാടകങ്ങളാണ് ഇപ്പോൾ ദാവോസിൽ, സ്വിറ്റ്സർലൻഡിൽ ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ നടക്കുന്നത്. ഇതെല്ലാം കൊണ്ട് സ്വർണത്തിൻ്റെ വില സ്കൈ റോക്കറ്റ് ചെയ്യുകയാണ്. എക്കാലത്തെ ഉയർന്ന നിലവാരത്തിലെത്തിയിരിക്കുകയാണ് സ്വർണ്ണവില. ഇതെല്ലാം കാണിക്കുന്നത് അസുഖകരമായ ഒരു അന്തരീക്ഷമാണ് ലോകത്ത് എല്ലായിടത്തും തന്നെ ഉള്ളത്. യൂറോപ്പിൽ, വടക്കൻ യൂറോപ്പിൽ അത് ഗ്രീൻലൻഡാണ്, അതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ, അതുപോലെ മധ്യേഷ്യയിൽ, വെസ്റ്റ് ഏഷ്യയിൽ, ഇറാൻ്റെ ചുറ്റുപാട്, പേർഷ്യൻ ഗൾഫ് മേഖലയിൽ എല്ലാം തന്നെ സംഘർഷം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന രാജ്യം അമേരിക്ക തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഇറാൻ പക്ഷമെന്നോ അമേരിക്ക പക്ഷമെന്നോ എന്ന് ചേർന്നുകൊണ്ട് ഇതൊരു ഗെയിമൊന്നുമല്ല. നമ്മൾ ഏതെങ്കിലും ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് കളി കാണുന്നത് പോലെ ഇറാൻ അമേരിക്ക യുദ്ധത്തെ നമ്മൾ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അതങ്ങനെയല്ല. ലോകത്ത് നമ്മളെ ഉൾപ്പെടെ ഈ സംസാരിക്കുന്നവരെയും കേൾക്കുന്നവരെയും എല്ലാം ബാധിക്കാവുന്ന രീതിയിൽ ലോകത്തിൻ്റെ ഗതിവിധികൾ മാറുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് ചർച്ചയ്ക്ക് വിഷയമായിരിക്കുന്നു. അമേരിക്കൻ കപ്പൽ നീങ്ങുന്നത് നമ്മൾ സാഹൂതം വീക്ഷിക്കുന്നു, അത് കൗതുകത്തിന് വീക്ഷിക്കുന്നതല്ല. ലോക മാനവരാശിയുടെ നിലനിൽപ്പും ഇതും തമ്മിൽ, ഇവിടെ ശാന്തത ഉണ്ടാകുന്നതും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ട് നമ്മൾ ഗൗരവമായി ഇതിനെ എടുക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.